ഹലോ. നമ്മളിന്ന് ഓ ബേബി എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഓ ബേബി. ദിലീഷ് പോത്തനാണ് നായകൻ. പിന്നെ രഘുനാഥ് പാലേരി, പിന്നെ കുറെ പുതിയ ആൾക്കാരും കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഉള്ളൊരു സിനിമയാണ്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഗംഭീര അഭിപ്രായമാണ് സിനിമയെ കുറിച്ച്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഞാൻ അറിഞ്ഞില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്. OTT-ലാണ് സിനിമ ഇറങ്ങിയിരുന്നു. തിയേറ്ററിലൊന്നും വലിയ ഒരു വിജയമായില്ല സിനിമ. ഇപ്പൊ OTT-ലാണ് വന്നിരിക്കുന്നത്, ആമസോൺ പ്രൈമില്. ഗംഭീര റിയലിസ്റ്റിക് പ്ലസ് ഡ്രാമ, അഭിനയം എല്ലാം കൊണ്ട് ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു കഥ. സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും സിനിമയുടെ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ലൊക്കേഷൻ, പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, പിന്നെ അതിന്റെ പൊളിറ്റിക്സ്, പറയുന്ന പൊളിറ്റിക്സ് എല്ലാം കൊണ്ടും ഗംഭീര അനുഭവമായിരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും നമുക്ക് നല്ല രീതിയിലുള്ള പണിയെടുത്തിട്ടുള്ള, അതായത് അതിന്റെ സ്റ്റോറി ലെയറുകൾ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. ദിലീഷ് പോത്തന്റെ ഭാര്യയായിട്ട്, അച്ഛൻ മകൻ ബന്ധം, അത് രണ്ടു തരത്തില്. അപ്പുറത്ത് ഒരു സൈഡിൽ അച്ഛൻ മകൻ ബന്ധമുണ്ട്, ഇപ്പുറത്തൊരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ്. പിന്നെ മനുഷ്യൻ സമ്പത്ത് നേടിയെടുക്കണതിന്റെയും സമ്പത്ത് നേടിയെടുക്കണത് മറ്റുള്ളവരെ എന്ത് ഹെൽപ്പ് കൊണ്ടാണെന്നും, മുതലാളിത്തം, മറ്റു കീഴിൽ പണിയെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ജാതി, വർഗം, കല്യാണം, പ്രണയം, അത് അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഓ ബേബി. ആ പേര് കൊണ്ട് മാത്രമായിരിക്കാം ആ സിനിമ. ഉദയത്ത് ബേബി എന്നാണ് ആ സിനിമയുടെ ശരിക്കുള്ള ഓ ബേബി. പക്ഷെ ആ പേരാണ് ആ സിനിമനെ കൊന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഓ ബേബി എന്നൊക്കെ പറയുമ്പോ ഏത് സമന്തയുടെ ഒരു തെലുങ്ക്, ഏത് ഇടയ്ക്ക് ഇറങ്ങുന്ന ഓ ബേബി ഫിലിം കണ്ട് റിവ്യൂ പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചത് ഏതാ, ഇംഗ്ലീഷ് സിനിമയാണോ ഹിന്ദി സിനിമയാണോ ഞാൻ ആദ്യം ചോദിച്ചത്. ഈ സാധാ ഇതുപോലെയുള്ള ഉദയത്ത് ബേബി എന്ന് എഴുതിയിരുന്നെങ്കിൽ അതൊന്നും കൂടി ഭയങ്കരമായിട്ട് ചിലപ്പോ ഒരു മലയാളം സിനിമയാണെന്നുള്ള ഒരു ഫീല് വന്നാണ്. ഈ ഓ ബേബി എന്നുള്ളത് ഒട്ടും ആ സമയത്തും ആൾക്കാരധികം ശ്രദ്ധിക്കപ്പെടാതിരുന്നതിന്റെ കാരണം അതാണ്. പക്ഷെ എല്ലാ സിനിമകളെക്കാളും വളരെ നന്നായിട്ട് പണി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. സ്റ്റോറി വൈസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് എല്ലാം പക്ക നാച്ചുറലാണ്. ഇപ്പൊ രക്ഷാധികാരി ബൈജു സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിന്റെ ഡയറക്ടറാണ് രഞ്ജൻ പ്രമോദ്. ആളൊരു എഡിറ്ററാണ്. ആളതിന് മുൻപ് കുറെ സിനിമകൾ, ലാൽ ജോസിന്റെ ഒക്കെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് റിയലിസ്റ്റിക് ആണെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഈ രക്ഷാധികാരി ബൈജു എനിക്ക് എന്നെ ഒരു പൂർണ്ണ സംതൃപ്തി ഒന്നും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. റിയലിസ്റ്റിക് ആണെന്നൊക്കെ, പക്ഷെ അത് ഭയങ്കരമായിട്ട് ആവശ്യമില്ലാതൊരു വലിച്ചു നീട്ടൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് രക്ഷാധികാരി ബൈജു. പക്ഷെ ഈ സിനിമ ആള് അതിൽ നിന്നും ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോയി. കണ്ടോണ്ടിരിക്കുമ്പോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നടുക്കം നേരത്തേക്ക് അത് സസ്റ്റെയിൻ ചെയ്തിരിക്കും. കാരണം അയ്യോ എന്താണ് എന്താ ഇപ്പൊ ഞാൻ കണ്ടതെന്നുള്ളൊരു സാധനം ആ ഒരു ഫീൽ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. ഒരു നോവല് വായിക്കണ സുഖമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അത് ആ അഭിനയിപ്പിച്ചതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഒരു നാച്ചുറലായിട്ടും ഭയങ്കര ബിഹേവിങ് പാറ്റേൺ ആണ് എല്ലാരും. എന്നാ അതിനുള്ളില് മാസായിട്ടുള്ള രംഗങ്ങളുണ്ട്. ആ എല്ലാരും പണിക്കാര് മൊത്തം മറ്റേ വാളെടുത്ത് നിൽക്കണ സമയത്തൊക്കെ ഗംഭീര മാസ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എല്ലാം സിനിമാറ്റോഗ്രഫി ആണെന്നുണ്ടെങ്കിലും, ആർട്ടാണെന്നുണ്ടെങ്കിലും, കോസ്റ്റ്യൂം ആണെന്നുണ്ടെങ്കിലും, മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും, പിന്നെ മ്യൂസിക്, എഡിറ്റിംഗ്, എല്ലാ പരിപാടികളും, സൗണ്ട് എഫക്ട്സ് എല്ലാം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ തരണ. സിനിമ തുടങ്ങുമ്പോ തന്നെ ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഫീലാണ്. അതായത് ഒരാൾക്ക് ഒരു കാടും മലയുള്ള പോലത്തെ ഒരു സ്ഥലത്ത് ഒരു 500 ഏക്കർ സ്വന്തമായിട്ടുള്ള ഒരു ആള്, ഒരു മുതലാളിയുടെ മോൻ, അവര് കൂടിയിട്ടാണ് പരിപാടി. മോന്റെ മോൻ, അങ്ങനെ ഒരു ഫാമിലി. ആ ഫാമിലിയുടെ 500 ഏക്കറിലുള്ള
അവരുടെ ബിസിനസ്, ആ ബിസിനസ് നോക്കി നടത്താൻ ഏലമാണ്, ഏലവും പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. അത് നോക്കി നടത്തുന്നത് ഈ ഓ ബേബി എന്ന് പറഞ്ഞ കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഇവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു വീട്ടുകാരാണ്. അതിലെ അവസാനത്തെ ഫാമിലിയാണ് ദിലീഷ് പോത്തന്റെ ഫാമിലി. അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ് ആള്, എല്ലാം ആണ്. അപ്പൊ അത് കൂടുതൽ പറയുന്നില്ല. ഈ സിനിമയെ കുറിച്ച് വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, സ്പോയിലർ അധികം ഇല്ലാതൊരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും കാണണം. മലയാളത്തിലെ ഒരു മികച്ച സിനിമകളിലൊന്നാണ് ഓ ബേബി. വേറെ ഒന്നും പറയാനില്ല. എല്ലാരും കാണണം. ഇതുപോലത്തെ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. എനിക്കൊരു സിനിമ പേഴ്സണലി തിയേറ്ററിൽ മിസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഫീല് തിയേറ്ററിൽ വരുമ്പോ ഭയങ്കരമായിരിക്കും. തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ സിനിമ നമ്മളെ ഭയങ്കരമായിട്ട് ഇത് തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ ആ സിനിമ വിട്ടു പോവാത്തത് ഒന്നെങ്കിൽ അത്രയും നല്ല സിനിമയായിരിക്കണം, എഫക്റ്റ് ഉണ്ടാക്കുന്ന സിനിമയായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹോളിവുഡ് സിനിമയോ കൊറിയൻ സിനിമയൊക്കെ കാണുമ്പോഴാണ് സാധാരണ എനിക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമ നമ്മുടെ കൂടെ നിൽക്കണ ഒരു ഫീല്, കൂടെ നിൽക്കുക. അല്ലെങ്കിൽ ഗംഭീര ഒരു സിനിമയാണ് ഞാൻ കണ്ടത്, ആ സിനിമയിൽ നിന്ന് ഇറങ്ങി പോരണ്ടായിരുന്നു എന്ന് തോന്നും. അത് തോന്നിപ്പിച്ചിട്ടുള്ളൊരു സിനിമയാണ് ഓ ബേബി. വളരെ നന്നായിട്ട് തോന്നിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു റേഞ്ച് മലയാളത്തിലൊരു പടം, ഇപ്പോൾ ഒരു കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടതിന് ശേഷമുള്ളൊരു ഫീല്, അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തെ ഒരു സിനിമയാണെന്നല്ല ഒരിക്കലും പറയണം. ഇത് ഒരു ആക്ഷനും ഡ്രാമയും ഒരു കാടും എല്ലാം കൂടിയിട്ടുള്ളൊരു ജോണർ എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു ടൈപ്പ് സാധനമാണ്. ത്രില്ലിങ്ങും എല്ലാ എലമെന്റ്സും ഉണ്ട് അല്ലേ. എന്നാൽ അത്യാവശ്യം ചെറിയ കുഞ്ഞു കോമഡികളും അങ്ങനെ എല്ലാം ഉണ്ട്. ആ ഒരു ലവ് എല്ലാം ഉണ്ട്. ഒരു ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാ പരിപാടികളും. മലയാളത്തിലെ കുറെ വാർപ്പ് മാതൃകകളെ തകർത്ത സിനിമയാണ്. കാസ്റ്റിംഗ് ഒക്കെ ഈ ദിലീഷ് പോത്തന്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള കാസ്റ്റിങ്ങും അല്ലെങ്കിൽ അതെല്ലാം ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും OTT സിനിമ കാണാം. സിനിമ കണ്ടിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നത് വരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.